അത്രയ്ക്കും കിട്ടൂല, മൂന്നാമത് അത്രയ്ക്കും കിട്ടൂല. അപ്പൊ ഈ ഒരുപാട് സ്നേഹം കിട്ടിയ കുഞ്ഞിനോട് അത് കിട്ടാതെ വരുമ്പോ അത് വലിയ പ്രശ്നമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ആക്കരുത്. നമ്മൾ അങ്ങനെ മക്കളെ കമ്പയർ ചെയ്യരുത്. അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക, ഒരിക്കലും അങ്ങനെ പറയരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് മാതാപിതാക്കളോട്, ചില പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹം, ചിലർക്ക് ആൺമക്കളോട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും ചെറിയ മകനോട് വല്ലാത്ത സ്നേഹം. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ്. ഞാൻ ഏറ്റവും ചെറുതായതുകൊണ്ട്. അള്ളാഹു ഇപ്പോൾ ഉമ്മ രോഗിയായി ഹോസ്പിറ്റലില്ല, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഏറ്റവും നമ്മൾ മക്കൾക്കിടയിൽ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി വസ്തുവൊക്കെ വിഹിതം വെക്കുമ്പോൾ ഒരാൾക്ക് കൂടുതൽ, അവന് കൂടുതൽ, അവൾക്ക് കൂടുതൽ, പ്രത്യേകമായിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ഒരാൾക്ക് മാത്രം അങ്ങനെ കൂട്ടി അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേക പരിഗണനയൊന്നുമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ബശീർ എന്ന് പറയുന്ന പിതാവ് നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ബശീർ എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന് പറയുന്ന എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവൻ എപ്പോഴും ഇൽമു പഠിക്കുന്ന വിഷയത്തിലാണ്. അവനൊരു മുത്തഅല്ലിമാണ്, ഉസ്താദിന് പഠിക്കുന്ന കുഞ്ഞാണ്. എപ്പോഴും നബി തങ്ങളുടെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന പയ്യനാണ് നുഅ്മാൻ. ആ നുഅ്മാൻ എന്ന് പറയുന്ന മകന് ഞാൻ എന്റെ സ്ഥലം എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് വന്ന് പറയുകയാണ്, നുഅ്മാൻ ഇബ്നു ബശീർ, എന്റെ പൊന്നുമകൻ മുത്തഅല്ലിമായത് കാരണം, അവൻ ഇൽമു പഠിക്കുന്നവനായ കാരണം കൊണ്ട് ഞാൻ എന്റെ സ്ഥലം അവൻ എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമന്നടോ. നബി തങ്ങൾ ചോദിക്കുന്നു, ബശീറേ, പ്രായമാകുമ്പോ നുഅ്മാൻ മാത്രം നോക്കിയാ മതിയോ? നുഅ്മാൻ മാത്രം മയ്യത്ത് കുളിപ്പിച്ചാ മതിയോ? നുഅ്മാൻ മാത്രം മയ്യത്ത് പൊതിഞ്ഞാ മതിയോ? നുഅ്മാൻ മാത്രം എല്ലാ കാര്യത്തിനും വന്നാ മതിയോ? മറ്റു മക്കളൊന്നും വരണ്ടേ ബശീറേ? നബി തങ്ങൾ പറഞ്ഞു, നീതിയല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, നീതിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. അത് കൊലപാതകങ്ങൾ വരെ ചെല്ലുകയാണ്. കൂടപ്പറപ്പിന്റെ തലയിലേക്ക് ജ്യേഷ്ഠനത, അനുജന്റെ തലയിലേക്ക് പാറക്കല്ലെടുത്ത് തലയിലടിച്ച് തന്റെ പൊന്നാർ അനിയന്റെ തലയടിച്ചു പൊട്ടിച്ചത് എന്തിനെന്ന് ചോദിച്ചപ്പോ അവനോട് മാത്രമാണ് ഉമ്മാന് വല്ലാത്ത സ്നേഹം, അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് നമ്മുടെ പരിസരത്താടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിലെ വേർതിരിവ് കൊലപാതകങ്ങൾ വരെ എത്തുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. യാക്കൂബ് നബിയുടെ അതാ മകനായ യൂസുഫിനോട് വാപ്പ പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. യൂസുഫ് നബി ആരോടും പറഞ്ഞില്ല. പക്ഷേ മക്കൾക്ക് മനസ്സിലായി വാപ്പയ്ക്ക് അവനോടാണ് സ്നേഹം കൂടുതലെന്ന്. ഇത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി യൂസുഫിനെ വളർത്തിയത്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചില്ല. പക്ഷേ യാക്കൂബ് നബിക്ക് യൂസുഫിനോട് വല്ലാത്ത സ്നേഹമാ, യൂസുഫിനോട് വല്ലാത്ത ഒരു പരിഗണനയാ. ഇത് കൂടപ്പറപ്പുകൾക്ക് സഹിച്ചില്ലടോ. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ശത്രുതയായി, എല്ലാവർക്കും അത് മനസ്സിലായി. അങ്ങനെ എല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തുകയാണ്. യൂസുഫിനെ വകവരുത്തണമല്ലോ, എങ്ങനെയെങ്കിലും യൂസുഫിനെ കൊല്ലണമല്ലോ. പക്ഷേ വാപ്പ ഒരിക്കലും യൂസുഫിനെ വിട്ടു തരികയില്ല. അങ്ങനെ എല്ലാവരും കൂടെ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഞങ്ങൾ വിനോദത്തിന് വേണ്ടി പോവുകയാണ്, കളിക്കാൻ പോകുകയാണ്, യൂസുഫിനെ ഞങ്ങളുടെ കൂടെ വിടണം. വാപ്പ പറഞ്ഞു, ഇല്ല, അവനെ ചെന്നായ പിടിക്കും. നിങ്ങൾ കളിച്ച് നടക്കുമ്പോ അവൻ ഒറ്റപ്പെട്ടു പോയാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോകും. ഇല്ല വാപ്പാ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാവരും കൂടെ സംഘം ചേർന്നുകൊണ്ട് വാപ്പയുടെ മുമ്പിൽ സമ്മർദ്ദത്തിലാക്കി യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ വിളിച്ചു കൊണ്ടുപോവുകയാ. അല്ലാഹുവേ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. യൂസുഫിനോട് അവർക്ക് വല്ലാത്ത വൈരാഗ്യമായിരുന്നു. വാപ്പ ഇവനെ മാത്രമാണ് സ്നേഹിക്കുന്നത്, ഇവൻ കാരണമാണ് വാപ്പ നമ്മളെ ഇഷ്ടപ്പെടാത്തത്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വൈരാഗ്യമായി. അല്ലാ, ഇവരെല്ലാം
അവരെല്ലാവരും കൂടെ ചേർന്നല്ലേ പൊട്ടക്കിണറ്റിലേക്ക് യൂസുഫിനെ വലിച്ചെറിഞ്ഞത്. റബ്ബേ, പാറക്കഷ്ടം പോലും യൂസുഫിന്റെ തലയിലേക്ക് വലിച്ചെറിയാൻ അവർ തയ്യാറായത് എന്റെ പ്രിയപ്പെട്ടവരെ മക്കൾക്കിടയിലുള്ള വേർതിരിവായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത് പഠിക്കേണ്ട കാര്യം എന്തെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അനക്കമില്ല, ശബ്ദിച്ചു എന്ന ധാരണയിൽ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. എല്ലാവരും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എപ്പോഴാണ് ഇവര് വീട്ടിലേക്ക് മടങ്ങി വന്നതെന്ന്, പിതാവിന്റെ മുമ്പിലേക്ക് എപ്പോഴാണ് കടന്നു വന്നതെന്നറിയോ? വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. ഇവര് പാതിരാത്രിയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. പാതിരാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? 2 പ്രത്യേകതയാണ് രാത്രികൾക്കുള്ളത്. അല്ലാഹുവേ, ഇവര് പാതിരാത്രി കരഞ്ഞുകൊണ്ട് പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? സ്വഭാവം മാറുമടോ. രാത്രിയായ പടച്ചവനെ എല്ലാവരുടെ സ്വഭാവം മാറുകയാണ്. തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയാണ്. ആരും കാണാതെ വരുമ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സ് ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അല്ലാഹുവേ, പകലും നായ കാണാറുണ്ടല്ലോ, വഴിയിലൂടെ നടന്നു പോകുമ്പോ മിണ്ടാതെ ശാന്തമായി കിടക്കുന്ന നായ്, അത് ശാന്തമായി കിടക്കുകയാണ്. രാത്രിയായ ഏത് വാഹനത്തിന്റെ പുറകിലും അവര് കുരച്ചുകൊണ്ട് ഓടുകയാണ്. രാത്രിയാകുമ്പോ സ്വഭാവം മാറുന്നടോ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, വൈകുന്നേര സമയമായ നിങ്ങൾ കൊച്ചുകുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ. വൈകുന്നേരമായാൽ പടച്ചവനെ സമയമാണ്, ആ സമയത്ത് നിങ്ങളുടെ മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇന്നത്തെ ഏറ്റവും വലിയ ഇന്നൊരു ഫാഷനാടോ. ഇന്നെല്ലാവർക്കും പടച്ചവനെ വൈകുന്നേരമായാൽ പകല് മുഴുവനും കിടന്നുറങ്ങുകയാണ്. രാത്രിയായ എല്ലാവരും വാരിക്കെട്ടി ഇറങ്ങുകയാണ്. ചെറുപ്പക്കാരും പെണ്ണുങ്ങളും പുറത്തിറങ്ങുകയാണ്. അവര് പാതിരാത്രി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിലൊന്ന് പെരിന്തൽമണ്ണയിൽ പോകണോ? ഏത് കടയിൽ 1 മണിക്കാകട്ടെ 2 മണിക്കാകട്ടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ കടയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ചെറുപ്പക്കാരാ. ആൺകുട്ടികളും പെൺകുട്ടികളും പടച്ചവനെ അവര് സംഘം ചേർന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. രാത്രി കാലങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യമാണ്. എന്തും ചെയ്യാനുള്ള ഒരു മനസ്സാണ്. മോശമായ കൂട്ടുകെട്ടുകളാണ്. ഉപ്പയും ഉമ്മയും പരിഗണിക്കുന്നില്ല. മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധയില്ല. ഉമ്മ താക്കോല് തന്റെ മകന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നീ വിളിച്ചുണർത്തണ്ട. നീ എപ്പോഴാണ് വരുന്നത്? നീ തോന്നുന്ന സമയത്ത് വന്നാ മതി. ഉറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തരുത്. താക്കോല് തന്റെ മകന്റെ കയ്യിലാണ്. നീ തോന്നുമ്പോ തുറന്നു കേറിക്കോ. പെങ്ങളെ, മക്കള് വഴിപിടച്ചു പോകുന്നത് അവിടെയാണ്. അല്ലാഹുവേ, ഈ വഴുത കേൾക്കുന്ന പ്രായമുള്ള